ആർളം ഫാമിൽ കാട്ടാനകളുടെ പരാക്കം തുടരുകയാണ്. രാത്രി വീട്ടുകാർ കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എത്തിയ കാട്ടാന വീടിൻ്റെ അടുക്കള ഭാഗം തകർത്തു. 10-ാം ബ്ലോക്കിൽ താമസിക്കുന്ന രമ കല്ലയുടെ വീടിൻ്റെ അടുക്കളയുടെ സിമൻറ്റ് കട്ട കൊണ്ട് നിർമ്മിച്ച ചുമരിൻ്റെ മുകൾ ഭാഗവും മേൽക്കൂര മേഞ്ഞ ആസ്ബറ്റോസ് ഷീറ്റുമാണ് തകർത്തത്. ആനയുടെ ചവിട്ടേറ്റ് വീടിൻ്റെ ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമരിലും വിള്ളൽ വീണു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. രമിയും മകൾ രമ്യയും ഇവരുടെ മക്കളായ 4ഉം 7ഉം വയസ്സുകാരായ ആദിദേവ്, ദീക്ഷിത് എന്നിവർ ചേർന്ന് അടുക്കളയിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയായിരുന്നു കാട്ടാനയെത്തിയത് എന്ന് രമ്യ പറഞ്ഞു. ഞാനും കുട്ടികളും അമ്മയും ചോറ് കഴിച്ചോണ്ടിരിക്കുന്നു. ഞാനും കുട്ടികളും അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ വീട്ടില്. ഞങ്ങളിങ്ങനെ ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിലൊരു 2 ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ തുമ്പിക്കൈ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കുമ്പോഴാണ് ആന. കുട്ടികളെ വേദന ഞാൻ അകത്തോട്ട് തള്ളിയിടുമ്പത്തേനും കുട്ടികൾ മറിഞ്ഞു വീണാകുമ്പോഴത്തേനും ആന ഇത് തള്ളി അകത്തോട്ട് കയറുമ്പോഴത്തേനും ഞാൻ അമ്മേനെയും കുട്ടികളും ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറ്റി. ഇപ്പത്തേനും ഇതിനെ ചവിട്ടി ഇവിടെ ചവിട്ടിയപ്പോൾ അകത്ത് വിള്ളലുണ്ട്. അങ്ങനെ ഞാനും ചെറിയ കുട്ടികളും മാത്രമേ അമ്മ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളൂ. അനിയനുണ്ടായിന്. കൂട്ടുകാരൊന്നിച്ചിട്ട് പെയിന്റിങ്ങിന് പോകുന്നത്. അപ്പോൾ അവരൊന്നിച്ച് പോയിട്ടുണ്ടായി. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇവൻ പണിയും കയറിയിട്ട് വരുമ്പോൾ മലാൻ തട്ടിയിട്ട് മാന തട്ടിയിട്ട് കാലിങ്ങനെ മുറിഞ്ഞിട്ട് ഇന്നലെ അവനൊന്ന് ഇറങ്ങിയത്. അപ്പൊ അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആന ഞങ്ങൾ പിന്നെ കാലറിക്കറിയുന്ന ഫോറസ്റ്റുകാരെ വിളിക്കാനുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല പേടിച്ചിട്ട്. അപ്പോൾ മാമൻ്റെ മോനും ഉണ്ടായിരുന്നു. അവർ ഓടി വരുമ്പോഴത്തേന് അവര് ആന അങ്ങോട്ടേക്ക് ഓടിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചോടിച്ച സമയത്ത് പിന്നെ അവർ ഓടിച്ചു. മാമൻ്റെ മോനെ ഓടിച്ചു, ആനേനെ ഓടിച്ചപ്പോൾ ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാരെന്ന് വെച്ചാൽ വന്നത് 2 ആൾ, ആകപ്പാടെ വന്ന 2 ആൾ. അവർ ഇത്ര വലിയ ആനയ്ക്ക് ഇവർ വന്നിട്ട് എന്ത് ചെയ്യാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആറാട്ടി അവര് വണ്ടി വന്നു, ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മേൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട വന്ന് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികളെ കാലിന് ചെറിയ മുറിവുണ്ട്, ഓടി വീണപ്പോൾ തുമ്പിക്കൈ ഇട്ടിട്ട് അകത്തോട്ടേക്ക് ഇട്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട്. രമ്യ വിവരമറിച്ചതിനെ തുടർന്ന് രമ്യയുടെ മാമനും മാമൻ്റെ മകനും കൂടി ഓടി വരുന്നതിനിടെ ഇവരും ആനയ്ക്ക് മുന്നിൽ പെട്ടെങ്കിലും കയ്യിലുണ്ടായിരുന്ന പടക്കം പൊട്ടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഇവർ പറഞ്ഞു. ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പണി കഴിഞ്ഞൊരു 9 മണിയായപ്പോൾ ഞാനിവിടെ വന്നു. പണി കഴിഞ്ഞ് വന്നപ്പം വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നു. അപ്പം ചുമ്മാ ഇരുന്ന വണ്ടിയിൽ അപ്പോൾ ഇരുന്ന് സാധാരണ ഞാൻ വീട്ടിൽ പോകുന്നതാണ്. ഇന്നലെ ചുമ്മാ ഇരുന്ന് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഒച്ച കേട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടത്തേക്ക് വന്നു, ഈ വീടിൻ്റെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ വേഗം തിരിച്ചോടി ആ വീട്ടിൽ കുറച്ച് പടക്കം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിന് വാങ്ങി ആ സാധനം എടുത്തിട്ട് വരാമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഓടി വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേന് ഞാൻ വണ്ടി വെച്ചെടുത്തേക്ക്. ആ വണ്ടി കുറേ അങ്ങ് ദൂരത്തേ ഉണ്ടായേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഇവിടത്തേക്ക് വരുമ്പോഴത്തേന് ആന എൻ്റെ മുമ്പിൽ തന്നെ നേരെയായി. പിന്നെ എനിക്ക് പിന്നെ പടക്കം കത്തിച്ചെറിയാൻ നല്ല വേറെ രക്ഷയില്ലല്ലോ. പിന്നെ അതും പടക്കം പൊട്ടിച്ച് ഇവന്മാരെ നോക്കണമല്ലോ. അപ്പോൾ ആന എനിക്ക് വേറെ ഇതിലും വരത്തില്ല. ഇത് മൊത്തം കാടാക്കുണ്ട്. ഇതിൽ ആന വന്നൊന്നും ഒന്നും പിടിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നേരെ ഇതിൽ വരുന്ന ഓടി ഇവിടത്തേക്ക് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആന അവിടെ എൻ്റെ മുമ്പിൽ തന്നെ എത്തി. പിന്നെ ഒരു രക്ഷയില്ല. പടക്കം കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ താഴെ വീട്ടിലുള്ള 2-3 ഏട്ടവരുണ്ടായിരുന്നു. അവരും പെട്ടെന്ന് ഓടി വന്ന് എന്നോട് പറഞ്ഞു എവിടെ ആന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏട്ടാ നിൽക്കുന്ന ആനയെന്ന് പറഞ്ഞു. അതിൽ ആന പതി ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് അന്നേരം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് തന്നെ വന്നത്. ആന കുറച്ച് ഇങ്ങ് മാറി നിന്ന് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചാൽ അങ്ങനെ ഉപകാരമില്ല, നല്ല ഉപകാരമുണ്ട്. എന്നാലും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരും എത്ര അവിടേക്ക് ആന കയറിയിരിക്കുന്ന അവരെ ഒരു കാരണവശാലും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വന്ന് ഇതിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവരുടെ കരച്ചിലും ബഹളം പിന്നെ ആയി. അങ്ങനെ വന്ന് ഇന്നേ ചെയ്തതുള്ളൂ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് നേരവും കാട്ടാനകളെത്താമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് ആർളം ഫാമിലെ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും പുനരധിവാസ മേഖലയിലെ ജനങ്ങളും. 2014 മുതൽ 10 വർഷത്തിനുള്ളിൽ ഇവിടെ കാട്ടാനകൾ കൊന്നുതള്ളിയത് 14 ജീവനുകളാണ്. ഇതിൽ 10 പേരും ആദിവാസികളാണ്. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിനകത്ത് മാത്രം ഇത്രയും കാട്ടാനകളുടെ അക്രമവും മരണവും നടന്നത് രാജ്യത്ത് തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടാകാനിടയില്ല. എന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനാവശ്യമായ ഫലപ്രദമായ പദ്ധതികളൊന്നും ഇത്രയും നാളായി ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ടില്ല എന്നത് തന്നെ ഇവിടുത്തെ ഭരണവർഗങ്ങളുടെ ഇത് സംബന്ധിച്ച ശ്രദ്ധയും ഇവിടെ പുനരധിവസിപ്പിച്ച ആദിവാസി വിഭാഗങ്ങളോടുള്ള താൽപ്പര്യവും എത്രമാത്രമുണ്ടെന്നതിൻ്റെ തെളിവാണ്. കാട്ടിൽ കിടക്കേണ്ട ആനകൾ നാട്ടിൽ കിടന്ന് വർഷങ്ങളായി പരാക്രമം കാട്ടിയിട്ടും ഇവയെ കാട്ടിൽ നിലനിർത്തി സംരക്ഷിക്കേണ്ട വനംവകുപ്പും ആർളം ഫാമിൽ വെറും നിസ്സംഗ മനോഭാവമാണ് പുലർത്തുന്നത്. പല സമയങ്ങളിലായി ആനകളെ കാട് കയറ്റുന്നുണ്ടെങ്കിലും ഇവ വീണ്ടും തിരിച്ചു വന്ന് പരാക്രമം കാണിക്കുകയാണ്. 1967 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് സെൻട്രൽ സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ്റെ കീഴിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാം നിർമ്മിച്ച് 2004 സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതുവരെ ഇവിടെ ഒരു കാട്ടാനാക്രമമോ മരണമോ ഉണ്ടായിട്ടില്ലെന്നും എടുത്തു പറയേണ്ടതാണ്.